Hi guys, welcome back to my channel Surumi Bros. Today video ഒരു ടിപ്സ് വീഡിയോ ആണ്. നമ്മുടെ എല്ലാം വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലെല്ലാം അവർ മൂത്രം ഒഴിച്ചിട്ടെല്ലാം നമ്മളെ ബെഡ് അഴുക്കാവും. അതുപോലെ നമ്മുടെ ലിവിങ് റൂമിലുള്ള സോഫ സെറ്റ് കുട്ടികൾ പലതും അവരുടെ ഫുഡിൻ്റെ കുട്ടികളുള്ള വീട്ടിൽ ബെഡിൻ്റെയും അതുപോലെ സോഫയുടെയും നീറ്റ്നെസ് പെട്ടെന്ന് മിസ്സാവും. അപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് തിരിച്ചെടുക്കാനുള്ള ഒരു കിടിലൻ ടിപ്സായിട്ടാണ് നമ്മുടെ കിച്ചണിലുള്ള ഈ മൂടി വെച്ചിട്ട് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ഒരു മൂടി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ബെഡ് അതുപോലെ തന്നെ നമ്മുടെ സോഫ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഗ്ലാസ് ടൈപ്പിൻ്റെ മൂടി തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ആണുള്ളതെങ്കിൽ അതാക്കാൻ ഇനി ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സ്റ്റീൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. മൂടിക്ക് സപ്പോർട്ടറായിട്ട് നമുക്ക് ഒരു 2-3 സാധനങ്ങൾ കൂടെ വേണം. അതെന്താണെന്നാണ് നാം പറയുന്നത്. ബേക്കിംഗ് സോഡ, വിനീഗർ, അതുപോലെ ഡെറ്റോൾ, ഈ 3 സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു 5 കപ്പ് വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം. ഇത് ചളികളെല്ലാം നമ്മൾ സോഫയിലായാലും ബെഡിലായാലും കിടക്കുന്ന ചളികളെയും കറകളെയും എല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്ന ഫുഡൊക്കെ കുറച്ച് കുറക്കുക. ബേക്കിംഗ് സോഡ പരമാവധി അവോയ്ഡ് ചെയ്യുക. കാരണം നല്ലൊരു ക്ലീനിങ് ആണിത്. അപ്പോൾ നമ്മുടെ വയറ് അതുപോലെ ക്ലീനായി പോവും. ആ ഒരു ശ്രദ്ധ എല്ലാവരിലും വേണം. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ നമ്മുടെ ചുടുവെള്ളത്തിൻ്റെ ഒരു സ്വഭാവം മാറും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും വേണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ സോഫയും അതുപോലെ ബെഡും ഒരേ ടൈമിലാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഒരേ ടൈം നിൽക്കുന്നതുകൊണ്ട് കുറച്ചധികം എടുത്തെന്ന് മാത്രം. നമ്മൾ വിനിഗർ ഒഴിക്കുന്ന ടൈമിൽ ഇതൊന്ന് തിളച്ച് മറയുന്നത് പോലെ കാണും. പക്ഷെ അത് കാര്യമാക്കണ്ട. ആ ടൈമിൽ നമ്മൾ കൈ അതിലേക്ക് ഇടാതിരുന്നാൽ മതി. ഇനി നമുക്ക് ആ ഒരു ബോട്ടിൽ, ഈ ഒരു ചെറിയ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് തന്നെ അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഡെറ്റോൾ ആകുമ്പോൾ നമ്മുടെ ലിവിങ് റൂമിലാണ് നമ്മൾ, അതുപോലെ ഡൈനിങ് ഹാളിലൊക്കെയാണ് നമ്മൾ സോഫ ഇടാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പഴകിയ സ്മെല്ലെല്ലാം പോവും. ഇത് മോളുടെ പഴയ ടർക്കിയാണ്. അത് എടുത്തു വെച്ചത് ഇപ്പോൾ നല്ല യൂസ്ഫുള്ളായി. ഇതുകൊണ്ട് നമുക്ക് ജനൽ തുടക്കുമ്പോൾ കൈവേദനിക്കാതിരിക്കാനും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ഹെൽപ്പാണ്, കുറച്ച് കട്ടിയുള്ളത് കൊണ്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചൂടോടെ തന്നെ ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. വല്ലാതെ വെള്ളം നമ്മൾ പിഴിഞ്ഞ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തോടെ തന്നെ ചെയ്യാം. എന്ന് വെച്ച് സോഫയോ ബെഡോ അയക്കാവുന്ന ആരും കരുതണ്ട. ആ ടൈം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെ ആക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കൈക്ക് വല്ലാതെ പ്രോബ്ലം ആവില്ല. ഇതാ കണ്ടോ, ഞാൻ വല്ലാതെ പിഴിഞ്ഞിട്ടില്ല. ഇനി ഇത് ഒന്ന് നിവർത്തിയിടുക. അതിലേക്ക് നമ്മൾ ആ ഗ്ലാസ് മൂടി ഒന്ന് വെക്കുക. എന്നിട്ട് കുറച്ച് ഇനി വേണമെങ്കിൽ നമുക്കൊരു റബ്ബർ കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കയറോ എടുത്തിട്ട് ഇതൊന്ന് ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ വലിയൊരു പണിയായിട്ട് തോന്നൂല. പക്ഷെ ഞാൻ തൽക്കാലം കെട്ടുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞെടുക്കാൻ നല്ലത് കെട്ടാതിരിക്കുന്നതാണെന്നും തോന്നുന്നുണ്ട്. ആ വെള്ളം ഒലിക്കുന്നുണ്ട്. ആ വെള്ളത്തോടെ തന്നെ നമ്മൾ സോഫ തുടച്ചെടുക്കുക. ആ പഴകിയ സ്മെല്ല് അതുപോലെ അതിനുള്ള അകത്തുള്ള ആ ചളികൾ സോഫ തന്നെ നമ്മൾ വെയിലത്തിടുമ്പോൾ സോഫയായാലും ബെഡായാലും ഒന്ന് പൊങ്ങി വരും, ഒന്ന് ഫ്രഷ്നെസ് ആവും. പക്ഷേ വെയിലത്തിടുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് അധികരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് ചൂടോടെ ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് നനവ് ഉണങ്ങുന്നുമുണ്ട്. നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരുന്നുണ്ട്. സോഫ ഒന്നും കൂടെ ഒന്ന് വീർത്ത് വരുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യാം. നമ്മളിത് സോഫയിൽ ഇന്നലെ മോള് ഒന്ന് പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു
ഇത് അതിലുണ്ടാവും. അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ സോഫ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ. വൈകിട്ടത്തേക്ക് ആവുമ്പോഴേക്ക് എല്ലാം മാറി പഴയതിനേക്കാളും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബെഡാണ്. നമ്മൾ കുട്ടികളെല്ലാം മൂത്രം ഒഴിച്ചാൽ, ചെറിയ കുട്ടികൾ ഉള്ള സ്ഥലത്തെല്ലാം ഉള്ളവരാണ് നമ്മൾ ഡയപ്പറെല്ലാം കെട്ടിക്കൊടുത്താലും ചിലപ്പോൾ അത് ലീക്കായിട്ട് പുറത്തേക്കാവും. അപ്പോൾ ഇത് മോൾക്ക് പനി ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് കുറുമ്പും വാശിയെല്ലാം അധികമായിരുന്നു. അപ്പോൾ ഡയപ്പറെല്ലാം കെട്ടിക്കൊടുത്തിരുന്നു. എന്നാലും അവൾ മൂത്രം ഒഴിച്ചു. അപ്പോൾ മൂത്രം ഒഴിച്ചതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിലെ പോലെയല്ല, മൂത്രം ഒഴിച്ചത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ഈ വെള്ളം ആദ്യം നമ്മൾ കുറച്ചൊന്ന് ആ ബെഡിലേക്ക് തെളിയിച്ച് കൊടുക്കണം. ആ മൂത്രം ആയ ഭാഗത്ത് മാത്രം, മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യേണ്ട. ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സോഫയിലേത് എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇതിൻ്റെ ചൂട് മാറിയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചൂടോടെ തന്നെ ചെയ്യണം നമ്മൾ ചെയ്യുമ്പോൾ, അപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും കൂടെ ചൂടാക്കിയിരുന്നു. എന്നിട്ട് ആ ഭാഗം നന്നായിട്ട് നമ്മൾ, ഇനി ബെഡ് ടോട്ടൽ നമുക്കൊന്ന് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. രണ്ടായാലും നമ്മൾ വെയിലത്തിടേണ്ട ആവശ്യം വരില്ല. ഒരു 10 മിനിറ്റ് ഫാൻ ഇട്ടാൽ തന്നെ നമ്മൾ മെഷീനിൽ ഉണക്കിയിട്ട് എടുക്കുന്ന അതേ ഒരു സൊല്യൂഷൻ ഇതിട്ട് കിട്ടുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആവുന്നുണ്ട്. ആ ഒരു മൂടി അകത്തുള്ളത് കൊണ്ടാണ് ഇതിനൊരു ബലവും ഹാർഡും ആയിട്ട് കിട്ടുന്നത്. നമ്മൾ തുണി മാത്രമായിട്ട് തുടക്കുമ്പോൾ ഇത്ര ഒരു റിസൾട്ട് ഇല്ല. ഇത് നമ്മൾ അയൺ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്, ആ ഒരു റിസൾട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ബെഡിൽ നിന്ന് കിട്ടിയ ചെളിയാണിത്. നമ്മൾ മക്കൾ മുകളിൽ ഷീറ്റും അതുപോലെ കവറെല്ലാം ഉണ്ടെങ്കിലും അതിൽ പൊടിയും അഴുക്കെല്ലാം ഉണ്ടാവും. ബെഡിലുള്ള അഴുക്കും പൊടികളെല്ലാം പോന്നു. സോഫയിലെയും ഇതുപോലെ പോന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൂടി വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും അത് ട്രൈ ചെയ്തേണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഗുഡായാലും ബാഡായാലും ഞങ്ങളെ അറിയിക്കുക. ഇനി നമ്മുടെ ലിവിങ് റൂമിലെല്ലാം ഉള്ള സോഫയും ബെഡെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കട്ടെ. ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യണേ. What?